പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ കൈയടക്കി വച്ചിരുന്ന കാശ്മീരിലെ ഭാഗമാണ് പാക് അധിനിവേശ കാശ്മീർ. ഇപ്പോൾ ഇന്ത്യ സർക്കാരാണെങ്കിൽ ഇപ്പോഴും ജമ്മു കാശ്മീർ നിയമസഭയിൽ 114 അംഗ സഭയാണ് ജമ്മു കാശ്മീരിലേത്. അതിൽ തന്നെ 24 സീറ്റുകൾ POKയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരും തന്നെ POKയിൽ നിന്നുള്ള മെമ്പർമാരാരുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് ഇപ്പോൾ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? POKയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ആധിപത്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ദുർനടപടികൾക്കെതിരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ ഒരു ജനകീയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് JAAC എന്ന് പറയുന്ന സംഘടനയാണ്. ജമ്മു ആൻഡ് കാശ്മീർ അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. 2023 അവർ വലിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ലോകത്തിലെ 7ാമത്തെ വൈദ്യുത പദ്ധതിയാണ് മംഗളം ഡാം എന്ന് പറയുന്ന പദ്ധതി. ഇത് ഝലം നദിയിലാണ് ഉള്ളത്. ഈ പദ്ധതിയുടെ ലാഭം മുഴുവൻ കിട്ടുന്നത് പാകിസ്ഥാനിലെ സർക്കാരിനാണ്. അപ്പം പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി ലഭിക്കണം, അതേപോലെ തന്നെ ധാന്യങ്ങളൊക്കെ തങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ കിട്ടണം. അത് നേരത്തെ കിട്ടിയിരുന്നാണ്, പിന്നീട് നിഷേധിച്ചു. അതിനെതിരായിട്ടാണ് 2023 പ്രക്ഷോഭം നടന്നത്. ഇപ്പോഴും വീണ്ടും ജനങ്ങൾ അവരുടെ മൗലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് പ്രക്ഷോഭം നടത്തുകയാണ്. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം അവരുടെ നേരെ നടത്തുന്ന അതിക്രമങ്ങൾ, അതിലാണ് അവർക്ക് വ്യക്തമായിട്ടും പ്രതിഷേധമുള്ളത്. അതോടൊപ്പം തന്നെ അവർ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെയുള്ള അവശ്യ വസ്തുക്കളും അതുപോലെ തന്നെ ധാന്യങ്ങളും അതുപോലെ തന്നെ വൈദ്യുതിയൊക്കെ തന്നെ കുറഞ്ഞ നിരക്കിൽ കിട്ടണം എന്നുള്ള ആവശ്യങ്ങളും അവരുന്നയിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നാട്ടിലെ ജനങ്ങൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിനെ ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ അവരെ അടിച്ചമർത്തുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത്. അന്ന് ബംഗ്ലാദേശ് രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിലായിരുന്നു പാകിസ്ഥാനിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ മുജീബ് റഹ്മാന്റെ പാർട്ടിക്ക് പാകിസ്ഥാന്റെ നിയമസഭയിൽ അവിടെ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ മുജീബ് റഹ്മാനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാനിന്റെ പ്രസിഡന്റും മറ്റ് ഭരണാധികാരികളൊന്നും തയ്യാറായില്ല. അങ്ങനെയാണ് പാകിസ്ഥാനെതിരായിട്ട് കിഴക്കൻ ബംഗാളിലെ ആളുകൾ ഒരു പോരാട്ടം നടത്തുകയും അതിന് ഇന്ത്യയുടെ സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത്. അന്ന് പക്ഷേ പാകിസ്ഥാൻ മറുഭാഗത്തായിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ ഒരു ഭാഗത്തായിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പം പ്രശ്നമുണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെയുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. പക്ഷെ രണ്ട് സംഭവങ്ങൾക്കും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ 1971 ഇന്ത്യ സർക്കാർ, ആദ്യമൊക്കെ ഇന്ദിരാഗാന്ധി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ അവർ മടിച്ചു നിന്നിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സർക്കാരിനെ, ജനാധിപത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, സ്വതന്ത്ര സർക്കാരിനെ അട്ടിമറിക്കാൻ നമ്മുടെ ഒരു രാജ്യം നിലനിൽക്കണോ അല്ലെങ്കിൽ അതിന് തയ്യാറാവണോ എന്നൊരു ചോദ്യമാണ് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ ജനങ്ങളുടെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന്, കാരണം ബംഗ്ലാദേശിലെ ആയിരക്കണക്കിന് അന്ന് ബംഗ്ലാദേശിലെ അഭയാർത്ഥികളൊക്കെ ഇന്ത്യയിൽ വരുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ പോരാടുന്നു, നിരവധി പേരെ കൊലപ്പെടുത്തുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിരുന്നു പാകിസ്ഥാന്റെ പട്ടാളത്തെ സഹായിച്ചിരുന്നത്. പാകിസ്ഥാന്റെ പട്ടാളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളൊന്നും നടത്തിയത് ബംഗ്ലാദേശിൽ. അവിടുത്തെ നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും നിരവധി ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തു. അതാണ് പാകിസ്ഥാന്റെ പട്ടാളം അന്ന് നടത്തിയ ക്രൂരത. അവസാനം ഇന്ത്യക്ക് ഇടപെടേണ്ടി വരികയും അവിടുത്തെ മുക്തി ബാഹിനി എന്ന് പറയുന്ന ജനകീയ പോരാളികൾക്ക് ഇന്ത്യൻ സൈന്യം പരിശീലനം നൽകുകയും ഇന്ത്യ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയും 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്തത്. അപ്പൊ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ളത് എന്ന് തന്നെയാണ് നമുക്കറിയാം. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ആളുകളൊക്കെ തന്നെ നമ്മുടെ ആളുകളാണ്. കാരണം ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ
കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. പക്ഷെ അവരെ എപ്പോൾ തിരിച്ചു വരുന്നോ അവരെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടിയാണ് 114 അംഗ ജമ്മു കാശ്മീർ നിയമസഭയിലെ 24 സീറ്റുകൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബലപ്രയോഗത്തിലൂടെ, കാരണം പാകിസ്ഥാനിലെ അവിടുത്തെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി, അവരെ അടിച്ചമർത്തുന്ന പാക് ഭരണകൂടത്തിനെതിരായിട്ട് ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയാണ് പലരും കാണിക്കുന്നത്. ലോക മാധ്യമങ്ങളൊക്കെ തന്നെ അത് ചർച്ച ചെയ്തു തുടങ്ങി. ഇന്ത്യ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇടപെടുമോ, അതിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് സമീപകാലത്ത് ഏറ്റവും വലിയ ചോദ്യം. അത്രയും രൂക്ഷമായ സംഘർഷമാണ്. കാരണം ഒരു സൈനിക ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന രൂക്ഷമായ ആക്രമണം, അവരൊക്കെ തന്നെ ആ ഭരണകൂടത്തിന്റെ ഭാഗമായത് തന്നെ പാകിസ്ഥാൻ കാശ്മീർ ഒക്കുപ്പൈ ചെയ്തത് കൊണ്ട് മാത്രമാണ്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമാകേണ്ട പ്രദേശമാണ് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ആ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യ സർക്കാർ അവരുടെ സൈനിക നടപടിയിലൂടെ അതിനെ മോചിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.